പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, 31ാമത് സാഹിത്യോത്സവത്തിൻ്റെ നിറവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന കഥ മുത്തുനബിയുടെ ഒറ്റ സുഹൃത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. കഥയുടെ പേര് ഉടുത്തുണിക്ക് മറുതുണി ഇല്ലാത്ത ജീവിതം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. എന്നും എപ്പോഴും ജമാഅത്തിനുണ്ടാകുന്ന അബൂബക്കർ സിദ്ദീഖിന് എന്ത് പറ്റി? എന്തേ സിദ്ദീഖ് ജമാഅത്തിന് വന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകുലപ്പെട്ടു. സഹാബികളോട് അന്വേഷിക്കാൻ പറഞ്ഞു. സഹാബത്ത് വീട്ടിൽ പോയി വിഷയം അറിഞ്ഞു മനസ്സിലാക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ഇരിക്കുകയാണ്, പുറത്ത് ഇറങ്ങുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞു. താൻ ജമാഅത്തിന് പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വരികയും എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉടുത്ത വസ്ത്രമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചോദിച്ചു വരുന്നവരെ തടയരുതെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ മടക്കിയേക്കും? അതുകൊണ്ട് ഞാൻ ഉടുത്ത വസ്ത്രം തന്നെ കൊടുത്തു. എനിക്ക് ജമാഅത്തിന് വരാൻ വസ്ത്രമില്ലാതായി. വിവരം അറിഞ്ഞ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പള്ളിയിലേക്ക് വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ദുആയുടെ നേരം കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരാധാരയായി ഒഴുകി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഞാൻ ഒരു വക്ത് ജമാഅത്തിന് ഒഴിവാക്കിപ്പോയി. അതുകൊണ്ട് റബ്ബേ, ഞാൻ സ്വർഗാവകാശിയല്ല. എങ്കിലും എനിക്ക് നരകാഗ്നി സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, നീ എൻ്റെ ദോഷം പുറത്തു തരണേ അല്ലാ. എല്ലാം പൊറുക്കുന്ന നാഥാ, നീ എനിക്ക് പുറത്തു താ അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ സുഹൃത്തുക്കളെ, ഇത് എന്തൊരു ജീവിതമാണ് അവരുടേത്. ചെയ്തത് തെറ്റല്ല, എങ്കിലും ശക്തമായ കാരണം ഉണ്ടായിട്ടും ഒരു ജമാഅത്ത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ അത് തെറ്റായി കണ്ട് അവർ അള്ളാഹിനോട് തൗബ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കണ്ടേ? നാം ഒന്ന് ആലോചിച്ചു നോക്കണം. സുന്നത്തുകൾ പോട്ടെ, നമ്മൾ എത്ര ഫർളുകളാണ് ഒരു കാരണമില്ലാതെ ഒഴിവാക്കുന്നത്. അള്ളാഹു നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.